സതീശൻ അഴിമതിയുടെ കാര്യത്തിലൊരു വീരൻ തന്നെയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി തകരാനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം സതീശനാണെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കത്തില്ല. അതിൽ യാതൊരുവിധ സംശയവുമില്ല. സമരാഗ്നിയുമായി ഇറങ്ങി ജനങ്ങളെ പറ്റിച്ച് കുറെ ഫണ്ടുണ്ടാക്കി എല്ലാം സ്വന്തം പോക്കറ്റിലേക്കാക്കി സതീശൻ. സിൽവർ ലൈനിന്റെ പേരിൽ നടത്തിയ അഴിമതിക്ക് കയ്യും കണക്കുമില്ല. എന്നിട്ടോ അവിടെയും പഴി ചാരിയത് സർക്കാരിനെയും പിണറായി വിജയനെയുമാണ്. സർക്കാരിനെ താറടിക്കാൻ കിട്ടുന്ന യാതൊരുവിധ അവസരവും സതീശൻ പാഴാക്കാറില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ 150 കോടി രൂപ കോഴ വാങ്ങിയെന്ന ആരോപണം അന്വേഷിക്കണമെന്ന ഹർജിയിൽ വിജിലൻസ് മേധാവിയോട് കോടതി ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചെന്ന് ഏപ്രിൽ 1 അറിയിക്കണമെന്നും തിരുവനന്തപുരം വിജിലൻസ് കോടതി ജഡ്ജി എം.വി. രാജകുമാര നിർദ്ദേശിച്ചു. സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ കർണാടകത്തിലെയും ഹൈദരാബാദിലെയും IT കമ്പനികളിൽ നിന്ന് വി.ഡി. സതീശൻ 150 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന് PV അൻവർ MLA നിയമസഭയിൽ രേഖാമൂലം ആരോപിച്ചിരുന്നു. ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ AH ഹഫീസ് വിജിലൻസിൽ പരാതിയും നൽകിയിരുന്നു. ഈ പരാതിയിൽ ത്വരിത അന്വേഷണം വേഗത്തിലാക്കാൻ ഉത്തരവ് നൽകണമെന്നാവശ്യപ്പെട്ട് ഹഫീസ് കോടതിയെ സമീപിച്ചിരുന്നു. പരാതിയിൽ എന്തു നടപടി സ്വീകരിച്ചെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ഏപ്രിൽ 1 വിജിലൻസ് ഡയറക്ടർ കോടതിക്ക് കൈമാറും. പരാതിക്കാരൻ നേരിട്ടാണ് കോടതിയിൽ വാദിക്കാൻ എത്തിയതെന്നും വിജിലൻസിനു വേണ്ടി പ്രോസിക്യൂട്ടർ വീണ സതീശൻ ഹാജരാകുകയും ചെയ്തു. എന്തായാലും സതീശന് അധികം താമസിക്കാതെ തന്നെ പൂട്ടുവീഴുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മൈ ഡിയർ സതീശനും സുധാകരനും ഒരുമിച്ച് അഴിക്കുള്ളിൽ പോകാനുള്ള എല്ലാ വകുപ്പുകളും ഇരുവരും ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേനും സുധാകരൻ അഴിക്കുള്ളിലാകുമെന്നതിൽ സംശയമില്ല. കാരണം മോൻസൺ മാവുങ്കലുമായിട്ടുള്ള പുരാവസ്തു തട്ടിപ്പ് കേസിൽ 2ാം പ്രതിയാണ് സുധാകരൻ. സതീശനും ഇങ്ങനെ അഴിമതി നടത്തി സുധാകരൻ്റെ ഒപ്പം അഴിക്കുള്ളിലാകും. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.